ഹായ് ബ്യൂട്ടിഫുൾ സോൾസ്. ഒരുപാടായില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാൻ ആക്ച്വലി എക്സാംസും പിന്നെ അസൈൻമെൻറ്റ്സും ഇതിനൊക്കെ വേണ്ടി ഒരു ബ്രേക്ക് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ടില്ല, എക്സാം വന്നിട്ട് അടുത്ത ആഴ്ചയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഭയങ്കര ഇമോഷണൽ പ്രശ്നങ്ങളും മൈൻഡ് ഒട്ടും ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഇതൊക്കെ വിടാം, കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ വിടാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് പേര് അതിൻ്റെ ഇടയിൽ നിന്ന് ചോദിച്ചു കേട്ടോ, എവിടെ പോയി, എന്താ മിണ്ടാത്തത്, എന്താ ഒരു വീഡിയോ പോലും ഇടാത്തത് എന്നൊക്കെ. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇവർ എന്ത് കണ്ടിട്ടാണ് എൻ്റെ വീഡിയോ ഒക്കെ ഇത്ര എന്ത് കാണുന്നത്, അതിന് മാത്രമുള്ള കണ്ടൻറ്റൊക്കെ ഞാൻ പറയുന്നുണ്ടോ എന്നൊക്കെ. പക്ഷേ ആ സ്നേഹം എന്നെ വല്ലാതെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കുറേ കാര്യങ്ങൾ ഇങ്ങനെ പുറകിലേക്ക് പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. സമയം, ഷൂട്ട് ചെയ്യാനുള്ള അവസ്ഥകൾ, പല കാര്യങ്ങളും. എനിക്ക് ഭയങ്കര പെർഫെക്ഷനിസം ഉണ്ട്. അതായത് ഇത് കറക്റ്റായിട്ട് ചെയ്യണം, തെറ്റാൻ പാടില്ല, അങ്ങനെയൊക്കെ ചില ചിന്തകളുണ്ട്. പക്ഷേ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു റീല്, പുള്ളിക്കാരിയും യൂട്യൂബറാണ്. പുള്ളിക്കാരിക്കും എൻ്റെ പോലെയൊക്കെ തന്നെ അധികം വ്യൂവേഴ്ഷിപ്പും ഒന്നുമില്ല, സബ്സ്ക്രൈബേഴ്സും ഒന്നുമില്ല, അങ്ങനൊരു. പക്ഷെ ആ കുട്ടി ഡെയിലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസാണ് പുള്ളിക്കാരിയുടെ. അതിനകത്ത് പുള്ളിക്കാരി ഒരു കാര്യം പറഞ്ഞു, എനിക്കിത് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇതൊരു സന്തോഷമാണ്. ഞാൻ ചിന്തിച്ചു സത്യത്തിൽ ഇതങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെതും. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കേട്ടിരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷം, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് തന്നെ. മോണിറ്റൈസേഷൻ അല്ലായിരുന്നു ആക്ച്വലി, ഇത് ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരുന്നത്. ഇത് കഴിഞ്ഞ് വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. വേറൊരു റീലിൽ ഒരു പുള്ളിക്കാരൻ പറയുമായിരുന്നു, നമ്മൾക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി ചെയ്യണം, അത് വെയിറ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. യൂട്യൂബ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഐഫോണില്ല, ട്രൈപോഡില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് മൈക്കില്ല, ഇതൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്കും തോന്നി ശരിയാണ്, ഇതൊക്കെ തന്നെയാണ് എൻ്റെയും പ്രശ്നം. ഞാനിങ്ങനെ ഓരോ എക്സ്ക്യൂസസ് കാണുന്നതാണ്. പക്ഷേ അതിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് പിന്നെയും ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് തൊട്ട് ഞങ്ങളുടെ കോൺസ്റ്റൻ്റ് ആയിട്ട് തുടങ്ങാം. ഡെയിലി ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും ഒരു 3 ദിവസം 4 ദിവസമൊക്കെ എന്തായാലും ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ശല്യം ഉണ്ടാവും കേട്ടോ, കൂടെ കൂടണം. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.